യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ മനുഷ്യരുടെ ഹൃദയവേദനയെ നിഷേധിക്കുന്നില്ല, മറിച്ച് മനോവേദന ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുവാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന വേദന യഥാർത്ഥമാണ്, അതിനെ ദൈവം അവഗണിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ പോലും അതീവ നിരാശയും മാനസിക ഭാരവും അനുഭവിച്ച നിമിഷങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഏലിയ തൻ്റെ ജീവൻ മതിയെന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്. ദൈവം അവനെ ശാസിച്ചില്ല, മറിച്ച് വിശ്രമവും പരിചരണവും പ്രത്യാശയും നൽകുകയാണ്. നമ്മുടെ മനോവേദന ദൈവത്തിന് പ്രധാനപ്പെട്ടതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണെന്നും ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെന്നും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു. നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണെന്നും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാമെന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ മൂല്യം നമ്മുടെ വികാരങ്ങളാലോ സാഹചര്യങ്ങളാലോ അളക്കപ്പെടുന്നതല്ല. ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ വേദന ശക്തമായിരിക്കാം. ഇങ്ങനെയുള്ള വേദനയിൽ നിന്ന് മരണം ഒരു രക്ഷയായി തോന്നാം. എന്നാൽ സങ്കീർത്തനങ്ങൾ 139-ാം അധ്യായത്തിൽ എല്ലാം കാണുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നു. ദൈവ സാന്നിധ്യം നമ്മളോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്ര ഒറ്റയ്ക്ക് നടക്കേണ്ടതല്ല. നമ്മുടെ വേദനകൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ പങ്കുവയ്ക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. വിശ്വസനീയനായ ഒരാളോട്, പുരോഹിതനാകാം, സിസ്റ്ററാകാം, കൗൺസിലറാകാം, കുടുംബാംഗമാകാം, സുഹൃത്താകാം, ഇവരോട് സംസാരിക്കുന്നത് ദുർബലതയല്ല, ധൈര്യത്തിൻ്റെ അടയാളമാണ് അത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പരസ്പര സഹായത്തെക്കുറിച്ച് പറയുന്നു. 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, പരസ്പരം ഭാരങ്ങൾ വഹിക്കുവിനെന്ന്. സഹായം സ്വീകരിക്കുന്നത് വിശ്വാസക്കുറവല്ല, അത് സ്വയം കരുതലാണ്. ദൈവം ജീവിതത്തെ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ വേണ്ട കൃപ സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഇന്നേ ദിനം പ്രാർത്ഥിക്കാം. ആമേൻ.